നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന ഒരാഴ്ച എന്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്, എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 26 ജൂലൈ മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ആ ഒരു ടൈം പീരീഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നയൻ ഓഫ് വാൻസ്, 7 ഓഫ് വാൻസ്, 5 ഓഫ് കപ്സ്, Ace of Swords, the Wheel, 3 of Cups. ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ നോക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്രൂവലിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ വർക്കിലായിരിക്കാം. ചിലവർ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഹയർ സ്റ്റഡീസിനോ ഒക്കെ വേണ്ടിയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലോൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അപേക്ഷിച്ചിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്രൂവൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് തന്നെ കാണാം. ഇനി അതുപോലെ തന്നെ ചിലരിലേക്ക് അവരുടെ ഒരു ഗുഡ് ലക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ കയറി വരുന്നു എന്നുള്ളതാണ്. ചിലർക്കത് ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഒക്കെ ആയിരിക്കാം. തികച്ചും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്, ആ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് പോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന, ഒരു ഉറച്ച ഡിസിഷൻ എടുക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ചിലവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു അവസരം, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്സിലോ സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ചിലർക്ക് ദീർഘയാത്രകൾ, സ്ഥലം മാറുന്ന ഒരു അവസ്ഥ എല്ലാം ഇവിടെ നമുക്ക് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്, ചിലർ ഏതെങ്കിലും ഒരു കാര്യത്തിന് വലിയൊരു എഫേർട്ടൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. പക്ഷേ അതിന് റിസൾട്ട് ഇല്ല എന്ന് വിചാരിച്ച് ക്വിറ്റ് ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് ക്വിറ്റ് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനടുത്തെത്തിയിരിക്കുന്നു, ഈ അവസാന നിമിഷം അത് ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട്, സ്വയം സങ്കടം, വിഷമം, നിരാശ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു മനോവേദന കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ എതിർപ്പുകളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒക്കെ ചിലപ്പോൾ നേരിടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ചിലർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ കുറച്ചൊരു സ്ട്രെസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായി യൂണിവേഴ്സിനോട് അത് ക്ലെയിം ചെയ്യുക, നന്ദി അറിയിക്കുക.